ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു MSY ഗെയിമർ ഗെയ്സ്. നമ്മളിന്ന് കളിക്കണ ഗെയിം ഗെയ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും കുറച്ചനെ വെള്ളത്തുക്കണമല്ലോ ഗെയ്സ്. എനിക്ക് ഞാൻ വെള്ളത്തുക്കണു ഗെയ്സ്. ഞാൻ വെള്ളത്തിൽ നിന്ന് കൊന്നിട്ട് ഞാൻ ഒത്തും നോക്കാതെ ഗെയ്സ്. എനിക്ക് എന്തായാലും ഈ അപ്പം നമ്മളൊന്ന് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് ഇത് ഭയങ്കര കഷ്ടമല്ലോ ഇങ്ങനെ കട്ട് ചെയ്യാൻ. ഒരു ചത്തേക്ക് ഗൈസ് കയറാൻ ഭയങ്കര പണിയാണ്. കാരണം എൻ്റെ ഒരു സാധനം പോയി കയറും ചത്തേക്ക്. അതൊക്കെ നല്ലത്. വെറുതെ ഓക്കെ വെറുതെ ഇങ്ങനെ ചാവണില്ലേ, നമ്മൾ സുഖത്തിൽ പോകും. ഓക്കെ ചാവേണ്ട ആവശ്യം വന്നില്ല ഗൈസ്. നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്. നമ്മൾ ഈ മൈൻക്രാഫ്റ്റിലെ മരം മുറിക്കണം, എന്നിട്ട് നമ്മൾ മറ്റേ ഉടൻ പിക്കാസ് ഉണ്ടാക്കണം, അത് നമ്മൾ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കണം, പിന്നെ പല സംഭവങ്ങൾ ചെയ്യണം. വില്ലേജൊക്കെ കണ്ടുപിടിച്ചാൽ ഭയങ്കര ലാഭമാണ് ഗൈസ്. പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് വില്ലേജ് കിട്ടുമോ നമുക്ക് നോക്കാം ഗൈസ്. പരമാവധി ഇന്നത്തെ ദിവസം നല്ല സർവേ വേണം. ഇവിടെ എന്തോ ഒരു കോയിനും കിട്ടി ഗൈസ്. എടാ അയ്യണേ, അയ്യണ് ഗൈസ്. പക്ഷെ എൻ്റെ പൊന്നെ സാധനം ഇങ്ങനെ അയണൊന്നും കാണില്ല. കോപ്പർ എപ്പോഴും കാണും, പക്ഷെ അയണ് ഗൈസ് കാണുന്നത് കുറവാണ്. പക്ഷെ എൻ്റെ പൊന്നെ ഇവിടേക്ക് എന്തല്ലത്. പക്ഷെ നമുക്ക് മരം മുറിക്കണം ഗൈസ്. ആദ്യം ഉടമ്പിക്കാസ് ഉണ്ടാക്കണം, എന്നാലല്ലേ സെറ്റ് ആവുള്ളൂ. ഉടമ്പിക്കാസ് ഉണ്ടാക്കാൻ മറ്റേ മരം ഇല്ല ഇവിടെ. മൊത്തം ഈ വെള്ള കളറുള്ള മരം. ഇത് വീടുണ്ടാക്കാൻ നമുക്ക് ഉപയോഗപ്പെടുള്ളൂ. പക്ഷെ മറ്റേ മരം ഇവിടെ ഉണ്ടോ. അയണ് ഗൈസ് തുടക്കം തന്നെ ഞാൻ കണ്ടു. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അയണ് ഇതാക്കാനുള്ളതില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഓക്കെ ആടിനെ കൊല്ലണം നല്ലതാണ്. ഇവിടെ പംകിൻ പോയി. ഇവിടെ തൊട്ടടുത്ത് ഏതൊരു വില്ലേജ് ഉണ്ട് ഗൈസ്. കാരണം പംകിനുള്ളടുത്ത് വില്ലേജ് കുറേ ഉണ്ടാകും ഗൈസ്. എല്ലാ ഗെയിമേഴ്സും പറയുന്നുണ്ട് ഗൈസ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. നമുക്ക് എന്തായാലും വില്ലേജ് കിട്ടുമോ നോക്കാം ഗൈസ്. കിട്ടിയാൽ ലക്കാണ് ഗൈസ്. പിന്നെ നമുക്ക് അവിടുത്തെ ചെസ്റ്റൊക്കെ എടുത്ത് വെക്കാം ഗൈസ്. അപ്പോൾ ചിലപ്പോൾ അതിന് നമുക്ക് അയണൊക്കെ കിട്ടും ഗൈസ്. നമുക്ക് എന്തായാലും വെള്ളത്തിൽ കയറിയാതെ ചടി ഗൈസ്. എന്തായാലും നോക്കാം ഗൈസ്. എൻ്റെ പൊന്നെ അവിടെ ആരുണ്ടല്ലോ. പംകിന് ഏത് ദിശത്തേക്കാണ് നോക്കണത് ഗൈസ്. നമുക്ക് സൂര്യന് നടു ഉച്ചയാണല്ലോ സമയം. അത് ഭയങ്കര ഇതായി ഗൈസ്, ചൊറ ഗൈസ്. കാരണം ഇത് ഇവിടെ പോണ സമയത്ത് സൂക്ഷിക്കണം. കടലിൻ്റെ അടിയിലും അയണൊക്കെ കിട്ടും. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അയൺ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ മുങ്ങി മരിക്കും. പിന്നെ ഇതിൻ്റെ ഒക്കെ അടിയിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ നമ്മൾ കൊല്ലും ഗൈസ്. എടാ വില്ലേജ് കണ്ടുപിടിച്ചാൽ ഭയങ്കര ലക്കാണ് ഗൈസ് നമുക്ക് ഈ ഗെയിമിൽ. പിന്നെ ഗൈസ് ഇതിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഡ്രാഗനെ കൊല്ലലാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. നമുക്കെന്തായാലും ഈ ഇറച്ചി കഴിച്ചേക്കാം എന്നിട്ട് വെച്ചാൽ എന്നാൽ വൈറ്റ് ടൂള് 3 കിട്ടി നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ബെഡ് ഉണ്ടാക്കാൻ പറ്റിയ സുഖമാണ്. ഇവിടെ എന്തോ മറ്റേ സുഖമുണ്ട്. നമുക്ക് ഈ മരം കിട്ടി ഗൈസ്. നമുക്ക് ഇനി ഈ മരം കട്ട് ചെയ്യാം. ഈ മരം കൊണ്ട് നമുക്ക് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കണ്ട ഗൈസ്. മൈൻക്രാഫ്റ്റ് കുറച്ചൊക്കെ അറിയാം ഗൈസ്. മറ്റേ ആക്സിറ്റ് ആണെങ്കിൽ നമുക്ക് വേഗം മുറിക്കാം. നമുക്ക് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കാം. ഓക്ക് പ്ലാങ്ക് ഓക്കെ ലെറ്റ്സ് ഗൈസ്. ഞാൻ മൊത്തം ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതവിടെ നോട്ടെ. നമ്മൾ റെക്കോർഡിങ് കുറച്ച് ഇവിടെ ആയിട്ട് വെക്കാം, മേലെ ഈ ഒരു സംഭവത്തിലാക്കാം. കേസൊക്കെ ഇവിടെ നോട്ടെ. ഓക്കെ കേസ് നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം കേസ്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് പിന്നെ ഒരു ഓക്കെ ഞാനൊരു 20 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം, ഇവിടെ വെക്കാം. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഇതാ നമുക്ക് വുഡൻ പിക്കാസ് ഉണ്ടാക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം ഗൈസ്.
ഡിസ്കോ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഈ വുഡൻ പിക്കാസ് എടുക്കാം. അയ്യോ എടാ എൻ്റെ പൊന്ന് എന്തപ്പം ഉണ്ടായേ? അത് കുറച്ച് ലാഗായതാണ്. നമുക്കിനി എന്തായാലും നമ്മളെ ഓക്കെ ഈ കോബിൾ സ്റ്റോൺ വേണം ഗൈസ്. ഇത് ഗ്രാവലാണ് ഗൈസ്, ഇത് കോബിൾ സ്റ്റോൺ അല്ല, അത് ഗ്രാവലാണ് ഗൈസ്. കണ്ടാൽ മനസ്സിലാവും. കോബിൾ സ്റ്റോൺ ഒരു ശരിക്കും കല്ലാണ് ഗൈസ്. ഈ ഗെയിമിലെ കല്ലാണ് ഗൈസ് നമ്മൾ കോബിൾ സ്റ്റോൺ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഓട്ടം ഉണ്ടാക്കാം. നമുക്ക് ഓക്കെ ലെസ്കോ. കോബിൾ സ്റ്റോൺ ഏകദേശം കുറച്ചൊക്കെ വേണം ഗൈസ്, അത്യാവശ്യത്തിന് വേണം. കുയിക്ക് ചാടാം. ലെസ്കോ. അപ്പോൾ ഗൈസ് ഈ കോബിൾ സ്റ്റോണിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ലെസ്കോ ഗൈസ്, ലെസ്കോ. കോബിൾ സ്റ്റോൺ 2 അല്ല കുറേ വേണം ഗൈസ് നമുക്ക് ഇപ്രാവശ്യം. ഇനി നമുക്ക് ഇവിടെ ഒക്കെ കട്ട് ചെയ്യാം ഗൈസ്. 8 കോബിൾ സ്റ്റോൺ. ഇനി കോബിൾ സ്റ്റോൺ എടുക്കണം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം വെച്ചോക്കട്ടെ. നമുക്ക് മറ്റേ സോഡ് ഉണ്ടാക്കണം, പിന്നെ ഷവ്വൽ ഉണ്ടാക്കാം ഗൈസ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് പിക്കാസ്, പിന്നെ ഒരു ആക്സ്. ഓക്കെ സെറ്റ്. ലെസ്കോ. ഇനി നമുക്ക് ഈ പിക്കാസ് ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഈ വൈറ്റ് ബുള്ളൊക്കെ അവിടെ വെക്കട്ടെ, ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. ഓക്കെ ലെസ്കോ 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 ലെസ്കോ. ഞാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഓക്കെ ചെറുത് രാത്രിയാണ് ഗൈസ്, പണിയായി ഗൈസ്, രാത്രിയായ പണിയല്ലേ. നമുക്കിനി ഇവിടെ ഡേർട്ട് വെക്കണം, ചാടി വെക്കണം. ഓക്കെ കുറച്ച് ഓക്കെ അതങ്ങോട്ട് കട്ട് ചെയ്താവും ഈസിയായിട്ട് മനസ്സിലാവും. വേണ്ട ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ സോംബി വരുന്നുണ്ട്, നമുക്ക് വന്ന്. അപ്പോൾ ഗൈസ് നമുക്കിനി എന്തായാലും ഗൈസ് ക്രീപ്പർ ഇതേ വരുന്നു. പക്ഷെ നമ്മളെ തൊടാൻ കിട്ടില്ല, നമ്മൾ ഓടും. പിന്നെ അല്ല ഞാനിൽ പെട്ടാവുന്ന ഞാൻ അല്ല സോറി നമ്മളാരെയും കൊല്ലാൻ വന്ന നമ്മൾ വാളിട്ട് എടുത്തു. അയ്യോ ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ പൊന്ന് ഗൈസ് ലെസ്കോ ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ് ഇനി എന്ത് ചെയ്യും ഗൈസ്? അപ്പോൾ ഇന്നെന്തായാലും രാത്രി ഗൈസ് പെട്ട് ഗൈസ്. പക്ഷെ ഗൈസ് നമുക്ക് സർവൈവ് ചെയ്യാൻ ഗൈസ് മതി. വില്ലേജ് കണ്ടുപിടിച്ചാൽ മതി ഗൈസ്. വില്ലേജത്തെ അയൺഗോണ് നമ്മളെ സംരക്ഷിക്കും. ഒബ്ബോ ദേവിയൊന്നും പൊട്ടിത്തെറിച്ചില്ലല്ലോ. പൊട്ടടാ ലെസ്കോ. അങ്ങനെ വൈക്ക് വാടാ മോനെ. നമുക്ക് പോകാം ഗൈസ്. നമ്മൾ കഴിച്ച് ചെയ്തിട്ട് ചത്തി. പക്ഷെ കഴിച്ച് നമുക്ക് വിശക്കുണ്ട്, ഫുഡാണെങ്കിൽ കഴിച്ചില്ല. അതാ പ്രശ്നം. അയ്യോ ഇത് സ്കെൽട്ടനെയോ പടച്ചോനെ ഓടിക്കോ ഗനെ സ്കെൽട്ടനെ. അതോ അത് അയ്യോ എൻ്റർമാൻ്റെ അവൻ്റെ കണ്ണൊക്കെ നോക്കണ്ട, പിന്നെ സീനോ. സ്കെൽട്ടൻ്റെ ഒക്കെ ഒന്ന് ഒരൊറ്റ വിട്ടിട്ടി. കുഴപ്പമില്ല, 2 സ്കെൽട്ടന്മാരല്ലേ അതുകൊണ്ടാണ്. ഒരു സ്കെൽട്ടൻ മാത്രമേ പകുതി ലൈഫേ കുറയുള്ളൂ. അതുകൊണ്ടാണ്. ഓ എൻ്റർമാൻ ഞങ്ങളുടെ കണ്ണൊക്കെ നശോൻ നമ്മളെ കണ്ടില്ല, പൊട്ടനാണേ തീ വരുന്നത്. അവിടെ കോബിൾ സ്റ്റോൺ അടിയിൽ മൊത്തം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ ഉണ്ടാവില്ല. എടി പംകിൻ ഉണ്ടെങ്കിൽ ആ പംകിൻ്റെ തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ പംകിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് പോയി നോക്കി. തേങ്ങ ഉണ്ട്, നമുക്ക് എന്തായാലും ഇത് നീന്തി കിടക്കാൻ കഴിയും. ഞാൻ അപ്പുറത്തെ സൈഡല്ലേ പംകിനുണ്ട്, ഈ സൂര്യ പ്രദേശം. അയ്യോ എന്താ ചെയ്ത്? നമ്മൾ ഹൈ പ്ലേസിൽ നിന്ന് വീണതാണെന്നാണ് കേട്ടി. ആ ഹൈ പ്ലേസിൽ വീണതാണ്. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്തൊരു സ്പൈഡർ ഞങ്ങളെ കണ്ടില്ല, പൊട്ടന അതാ കണ്ടത് പൊട്ടൻ. ഓ സോംബിനെ കണ്ടിട്ടുണ്ട്. ഈ ഓടാനും പെയ്യും, ഓടിയാൽ വേഗം കൊല്ലാൻ ഇഷ്ടം. വെള്ളം കുടിച്ചാനും പറ്റൂല ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കണില്ല.
ഗൈസ് കണ്ട നമ്മൾ ആ പമ്പിൻ്റെ സൈഡ് എത്തിയേച്ച് നമുക്ക് അപ്പുറത്ത് ചേർക്കുന്നുള്ളൂ. എൻട്രിമേനെ ഞാൻ നോക്കി, പക്ഷേ ഓനൊന്നും പോയി, ഓൻ നമ്മളെ റെസ്പെക്റ്റ് ഒന്നും ചെയ്തില്ല. അതെ ഗൈസ് ഇവിടെ എന്തൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് എടുത്തേക്കാം. ഇവിടെ പമ്പിൻ്റെ അപ്പം നമുക്ക് ഇപ്പുറത്ത് ചേർക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ഓക്കെ ഗൈസ്, എൻ്റെ പൊന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്തായാലും നമുക്ക് എവിടേക്കും പോയേക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് എടുക്കാം ഗൈസ്. അയ്യോ ഓക്കെ കുഴപ്പമില്ല, ആ കൊന്നത് നന്നായി. ഞാൻ കുയിക്ക് ഇയാളുണ്ട് ജസ്റ്റിസ് അപ്പം. പക്ഷേ അവിടെ നമ്മളിവിടത്തെ ഒരുത്ത് വൈക്കൂടെ നടന്നില്ലേ. ഇന്നത്തെ ദിവസം ഭയങ്കര ബാഡാണല്ലോ. അവിടെ ഇവിടെ കോപ്പറുണ്ട്. ഇവിടെ നമ്മൾ മറ്റേ സ്ഥലത്ത് തന്നെ എത്തി. ഇവിടെ കുറേ കോപ്പറും അയണൊക്കെ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ. കണ്ട ആയുടെ നമുക്ക് എടുക്കാൻ കഴിച്ചു ഇപ്പം തന്നെ. ഗൈസ് കോപ്പറും ഉണ്ടായിരുന്നു, നമുക്ക് രണ്ടും എടുക്കാം ഗൈസ്. അയ്യോ സോറി, ഞാൻ സോഡ് എടുത്ത് കുത്താവും, അല്ല ആക്സ് എടുത്ത് കുത്താം. പിക്കാസെറ്റല്ല കുത്തലും മോണേ. ഞാൻ കേസ് നമുക്ക് കിട്ടിക്കാൻ, പക്ഷേ ഇത് ഉരുക്കണം. ഇത് നമ്മൾക്ക് ഇവിടെ കോപ്പറുണ്ട്, 3 കോപ്പർ കിട്ടി. ഉടച്ചോനെ ഇത് എവിടുന്നാണോ വരുന്നേ? അയ്യോ ഷൂ ചത്തവും സേഫായി ആയിക്കട്ടെ. ചെക്കാണ് തല വെട്ടണം, എൻ്റെ തല ഞാൻ വെട്ടണം. അല്ലേ എന്താടാ അവൻ്റെ ചിക്കന് കഴിച്ചെടുക്കുക, കുഴപ്പമില്ല. വിഷമാണെങ്കിൽ ഞാൻ എൻ്റെ ചിക്കൻ തിന്ന് വിശപ്പ് മാറേണ്ട കൈസ്. അയ്യോ എല്ലാം കൂടി വരുന്നുണ്ട്. ഞാൻ മറ്റേ ചങ്ങായും കൂടി വെച്ച് അല്ലേ, പിന്നെ ഞാൻ അതിൻ്റെ കുറവും കൂടെ ഉള്ളു. നിങ്ങളെ ബോസ് കേസ് നമ്മളെ എനിമിയാണ്, അതാ പ്രശ്നം. അതോ അവളത്തേക്ക് വന്നു ഓഫ്ലൈൻ എന്നാലും ഓക്കെ. അതാ വരുന്നു ഇങ്ങോട്ടൊക്കെ കമ്പ് ഇടുമോ, അതാ പ്രശ്നം. എൻ്റെ ലൈഫൊക്കെ കഴിച്ച് എൻ്റെ പൊന്നെയൊക്കെ ഓർമ്മയിലാണ് ഗൈസ്. അവിടെ പമ്പിൻ്റെ അവിടെ എത്തി. അതെങ്ങനെയാണ് നമ്മൾ റിട്ടേൺ അടിച്ചതാ? റിട്ടേൺ അടിച്ചാൽ എനിക്ക് കൺഫ്യൂഷനായി ഗൈസ്. റിട്ടേൺ അടിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് പമ്പിൻ്റെ അടുത്തെത്തിയാ? എനിക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളിനി വന്ന വൈറ്റാൻ ഒന്ന് പോയിക്കോട്ടെ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് തന്നെയാണെങ്കിലോ വില്ലേജ് പറയാൻ പറ്റില്ല ഗൈസ്. ഇതേ നിൽക്കണവര് ഇവിടെ കണ്ട കോപ്പർ കുറേ. വെള്ളത്തിൽ ഗൈസ്. ലെറ്റ്സ് ഗോ. പിടിക്കാം, വേറെ വഴിയില്ല ഗൈസ്. കൊണ്ടില്ല പൊട്ടാനെ. അതോ ഇതാരാ ആരാ താവറ്റ പൊന്നെ. എടാ ലൈഫ് എൻ്റെ പൊന്നെ ചെത്തുകണ കഴിച്ചു. ഒറ്റക്കൂടി വരും. ഇത് കുളിക്കാൻ വരുന്നു. ഇന്നത്തെ രാത്രി സർവൈവ് ചെയ്ത പിന്നെ രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാല് പിന്നെ പേടിക്കുന്നില്ല. ബാക്കിയുള്ളവര് ഓ ഗൈസ് എന്താണ് രാവിലെ ലെസ്കോ ചന്ദ്രൻ താഴ്ന്ന് സൂര്യൻ പോകുന്നു. എടാ സൂര്യൻ ആ ഭാഗത്തു നിന്നാണ്. അപ്പം ഞാൻ ഗൈസ് അവിടെ തന്നെ വില്ലേജ് ഗൈസ്. എനിക്ക് 100% ഉറപ്പായി ഗൈസ്.
നമ്മുടെ വില്ലേജ് ആവണേ. ഇനി അവന്മാർക്ക് നമ്മളെ തൊടാൻ കിട്ടൂല. അല്ല ഇനി ഇത് തന്നെയാണ് നമ്മളെ സമയം. രാവിലെയാണ് കേസ് നമ്മളെ സമയം. എല്ലാ സർവൈവിങ് ഗെയിമിലും ഇങ്ങനെ തന്നെയാണ്. രാവിലെയാണ് നമ്മളെ സമയം ഉണ്ടാവില്ല. രാത്രി എല്ലാ എനിമീസും വന്നാണ് നമ്മളെ തീർക്കും. ഈ സമയത്തൊക്കെ ഞാൻ എവിടെ ആയിരിക്കും എന്നറിയോ? ഞാൻ 2 ദിവസം ഒരു സ്ഥലത്ത് കുടുങ്ങിനു ഒരു ഗെയിമിൽ. മൈൻക്രാഫ്റ്റിലെ ഈ സ്ഥലമില്ലേ, ഒരു വലിയൊരു ആ സ്ഥലത്ത് വില്ലേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ ചേർത്താം. പിന്നെ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് സോറി ബ്രോ അല്ല സോറി. അപ്പം ഞാൻ പന്നിയാവൂലേ സോറി ബ്രോ എന്ന് പറഞ്ഞ്. നമ്മൾ പന്നിയല്ല. ഇറച്ചി കിട്ടി. ഇറച്ചി ഇത് മറ്റേ ലെതറാണ്. So you are dead. You are dead. സോറിടാ ചത്തു പോയല്ലോ നിങ്ങള്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഇവിടെ വില്ലേജ് കണ്ടുപിടിച്ചാൽ നല്ല പിടിച്ചാണ്. ഇനി ഇത് ഇവിടെ പോയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വീഡിയോ വെച്ച് ഇവിടെ അതിൻ്റെ പകം ഗൈസ്. ഇനി നമുക്ക് ഈ ഗെയിം പ്ലേൻ്റെ പാർട്ട് 2 ഗൈസ് ചിലപ്പോൾ നാളെ തന്നെ വരും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.